ദേവ് അവളുടെ മുഖത്തേക്ക് ചെക്ക് വലിച്ചെറിഞ്ഞു പോയതും അവൾ പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്കിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണിൽ താലിച്ചരടുടക്കിയതും അവൾ പുച്ഛത്തോടെ അതിലേക്ക് നോക്കി. ഈ സമയം നിച്ചുവിൻ്റെ കോള് വന്നതും അവൾ കണ്ണുകൾ തുടച്ചതെടുത്തു. മോളെ കാത്തു, കിടന്നോ നീ? ഇല്ലേട്ടാ. എന്താ മോളെ ശബ്ദത്തിൽ മാറ്റം? നീ കരയാണോ? ഏട്ടന് തോന്നുന്നതാ. നീ എന്നോട് കള്ളം പറയണ്ട. നിന്റെ ശബ്ദം ഒന്ന് മാറിയാ എനിക്കറിയാം. അതുകൊണ്ട് പറ, എന്താ അവിടെ ഉണ്ടായത്? അവിടുത്തെ അമ്മ എന്തെങ്കിലും പറഞ്ഞു നിന്നെ? ഇല്ലേട്ടാ. പിന്നെ ദേവാണോ? അത് ഞാൻ അച്ഛനെയും അമ്മയും ഓർത്തുപോയി. എന്തോ തനിച്ചായതുപോലെ തോന്നുക ഏട്ടാ. ഇപ്പം തനിച്ചോ? നല്ല കഥ. അപ്പം ഞാനും ദേവുമെല്ലാം നിന്റെ ആരാ? ഇപ്പം നിന്നെ ചേർത്ത് പിടിക്കാൻ ദേവില്ലേ? എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ദേവിനെ നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ഇന്ന് ദേവ് നിന്നെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായി മോളെ തോന്നിയത്. നിന്നെ മനസ്സിലാക്കാൻ പറ്റിയ ആൾ തന്നെയാ ദേവ്. എല്ലാവരുടെയും മുൻപിൽ അയാൾ മാന്യൻ. പക്ഷേ എൻ്റെ മുൻപിലോ അയാളുടെ അടിമ. അത് മാത്രമാ ഞാൻ. അതും ഈ താലി കഴുത്തിലുള്ളത് കൊണ്ട് മാത്രം. ഹലോ മോളെ, കേൾക്കുന്നില്ലേ? ആ ഏട്ടാ. എൻ്റെ മോളെ വിഷമിക്കാതിരിക്ക്. നാളെ എപ്പോൾ എത്തും നിങ്ങൾ? ദേവ് എന്തെങ്കിലും പറഞ്ഞോ? ഏട്ടൻ എന്താ ഉദ്ദേശിച്ചത്? മോളെ, നാളെ നിങ്ങൾ വിരുന്നിനെ ക്ഷണിച്ചിട്ടുണ്ട്. ദേവ് പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല, ചിലപ്പോൾ മറന്നതാവും. എന്തായാലും നാളെ ദേവിനെ കൂട്ടി നേരത്തെ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ആരാ രാത്രിയിൽ? പെട്ടെന്ന് ദേവിൻ്റെ ശബ്ദം കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് നിച്ചുവേട്ടനാ. എല്ലാ ദിവസവും പതിവുണ്ടോ ഈ വിളി? ഹലോ മോളെ, ദേവ് വന്നോ? ആ ഏട്ടാ. എന്ന ദേവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. നിച്ചുവേട്ടൻ തരാൻ പറഞ്ഞു. ആ പറ നിച്ചു. നാളെ നിങ്ങൾ എപ്പോൾ എത്തും? എന്ത് കാത്തുവിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നിനക്ക്? അവൾ അർത്ഥം വെച്ച് ചോദിച്ചതും കാത്തു ദേവിനെ ദേഷ്യത്തിൽ നോക്കി. അവൾക്കെന്തോ സങ്കടമുള്ള പോലെ ദേവ്. അതുകൊണ്ട് കാണണമെന്ന് തോന്നുക എനിക്ക്. ലച്ചുവിൻ്റെക്കാൾ വലുത് കാത്തുവെ. അതുപോലെ അവൾക്കും. ഞാൻ അവളെ പെങ്ങളായല്ല കാണുന്നത്, മറിച്ച് ഒരു മകളെ പോലെയാ കാണുന്നത്. എന്നാൽ ശരി നിച്ചു, നാളെ കാണാം. ശരി ദേവ്. രാത്രി അവനെ വിളിച്ച് സംസാരിക്കാതെ നിനക്ക് ഉറക്കം വരില്ലേ? അവനിപ്പോൾ പറഞ്ഞത് കേട്ടോ, നിന്നെ പെങ്ങളെ പോലെയല്ല കാണുന്നത്, മറിച്ച് മകളെ പോലെയാണെന്ന്. എന്നെ വിശ്വസിപ്പിക്കാൻ നിന്റെ മകൾ വരെ ആക്കിയല്ലോ അവൻ. നിന്ന് മൂങ്ങി നിൽക്കാതെ പോടി. അവൾ ബാൽക്കണിയിലേക്ക് കരഞ്ഞു പോകുന്നത് കണ്ടതും ദേവ് ബാൽക്കണിയുടെ ഡോറ് ലോക്കാക്കി. അവൾ ബാൽക്കണിയുടെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കണ്ണടച്ചിരുന്നു. പിന്നെ കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ ദേവ് ഓഫീസിലേക്ക് പോയി വേഗം തിരിച്ചു വന്നതും കാത്തുവിനെ കൂട്ടി നിച്ചുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വീടിൻ്റെ മുൻപിൽ കാറ് നിർത്തി രണ്ടുപേരും ഇറങ്ങിയതും ലച്ചു ഓടി വന്ന് ദേവിനെ കെട്ടിപ്പിടിച്ചു. അതുപോലെ തിരിച്ചവനും അവളെ ചേർത്ത് പിടിച്ചു. കാത്തു ആ കാഴ്ച കണ്ടു നിൽക്കാതെ നടന്നതും ലച്ചു പുച്ഛച്ചിരിയോടെ ദേവിനെ കൂട്ടി ഉള്ളിലേക്ക് നടന്നു. മോനെ, കയറി വാ. എന്താടി നോക്കി നിൽക്കുന്നത്? ദേവ് മോൻ എന്തെങ്കിലും കൊണ്ടുകൊടുക്ക്. കാത്തു തലയാട്ടി അടുക്കളയിലേക്ക് നടന്നതും ദേവ് ലച്ചുവിനെ നോക്കി. ദേവ്, ഞാൻ റൂം കാണിച്ചു തരാം, വാ. ദേവ് ലച്ചുവിൻ്റെ കൂടെ പോയതും അവൾ കാണിച്ചു കൊടുത്ത റൂമിലേക്ക് കയറി. ഈ സമയം കാത്തു വെള്ളം കലക്കി ഹാളിലേക്ക് നടന്നു. ഡി അസത്തെ, ദേവുമോൻ ലച്ചുമോളുടെ കൂടെ റൂമിലേക്ക് പോയിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. കാത്തു അമ്മായിയെ നോക്കി വേഗത്തിൽ റൂമിലേക്ക് നടന്നു. ദേവ്, ഈ റൂം ഇഷ്ടപ്പെട്ടോ? അതോ ഈ റൂം മാറ്റണോ? വേണ്ട ലച്ചു, ഇത് മതി. ലച്ചു അവനെ കെട്ടിപ്പിടിച്ചതും അവളുടെ ചുണ്ട് അവൻ്റെ ചുണ്ടുമായി കോർത്തു. ഈ സമയം കാത്തു ആ കാഴ്ച കണ്ടതും കണ്ണുകൾ ഇറുക്കെ മൂടി. പിന്നെ അവിടെ നിൽക്കാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ തിരിയാൻ നിന്നതും മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി വിറച്ചിരുന്നു. എന്താടി, ഉള്ളിലെ കാഴ്ച കണ്ട് ഞെട്ടിയോ? എങ്ങനെ ഞെട്ടാതിരിക്കും? അതുപോലെയുള്ള കാഴ്ചയെല്ലാം ഇവിടെ നടക്കുന്നത്. മാറ്, എനിക്ക് പോണം. അങ്ങനെ അങ്ങോട്ട് പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കോ? നീ കാരണം 2 ആഴ്ച ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അത് വല്ലതും നീ അറിഞ്ഞോ? അന്ന് നിന്നെ ഞാൻ തൊടാൻ നോക്കിയതിനല്ലേ നീ എൻ്റെ തലയടിച്ച് പൊട്ടിച്ചത്? അതിനു പകരം നിന്നെ മൊത്തത്തിൽ ഞാൻ എടുക്കും, അതും നിന്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടെ. നിനക്കറിയോ, അവൻ നിന്നെ കണ്ണെടുത്ത കണ്ടൂടാ. പിന്നെ ഗതികേട് കൊണ്ടാണ് നിന്നെ വിവാഹം ചെയ്തത്. അവൻ ലച്ചുവിനെ ഇഷ്ടമാണ്, അതുപോലെ അവൾക്ക് തിരിച്ചും. 6 മാസം ദേവ് കെട്ടിയ ഈ താലി നിന്റെ കഴുത്തിൽ കാണും. അത് കഴിഞ്ഞാൽ ദേവിൻ്റെ താലി എൻ്റെ പെങ്ങളുടെ കഴുത്തിലായിരിക്കും. നിർത്ത്, എനിക്കൊന്നും കേൾക്കണ്ട. എന്താടി കേൾക്കാനുള്ള നിന്റെ ത്രാണി പോയോ? ഇനി നീ അനുഭവിക്കും, നവീന പറയുന്നത്. ഇത് പറഞ്ഞവൻ പോയതും നിച്ചു അവൾക്കരികിലേക്ക് വന്നു. മോളെ, അവൻ എന്താ പറഞ്ഞത്? എന്നെ കുത്തി നോവിക്കാൻ നോക്കുകയായിട്ടാ എല്ലാവരും കൂടെ. മതിയായി ജീവിതം. മോൾക്ക് അവൻ്റെ സ്വഭാവം അറിയില്ലേ? പിന്നെ ഇനി അവനെ നീ പേടിക്കേണ്ട. എന്തെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ
എന്നോടോ അല്ലെങ്കിൽ ദേവിനോടോ പറയുക. എന്നോട് പറയുന്നതിനേക്കാൾ നല്ലത് ദേവിനോട് പറയുന്നതാ. എന്താ ഇവിടെ സ്നേഹനിധികളായ പെങ്ങളും ആങ്ങളെയും കൂടെ സംസാരം എനിക്ക് കേൾക്കാൻ പറ്റുമോ? നീ എന്താ ഈ റൂമിൽ ലച്ചു? അല്ല കാത്തുമോളെ, ദേവ എവിടെയാ? റൂമിലുണ്ട്. എന്നിട്ടാണോ ലച്ചു നീ ആ റൂമിൽ കയറിയത്? ഞാൻ റൂം കാണിച്ചു കൊടുക്കാൻ കയറിയതാ. എന്നാൽ ഇനി മേല ഈ റൂമിലേക്ക് കയറരുത് ദേവുള്ളപ്പോൾ. അപ്പോൾ ദേവിന് വല്ല ആവശ്യം വന്നാൽ അവൻ താലി കെട്ടിയ പെണ്ണിനോട് പറഞ്ഞോളും. നീ ദേവിൻ്റെ കാര്യം നോക്കണ്ട, മനസ്സിലായോ? ലച്ചു കാത്തുവിനെ പുച്ഛിച്ചു നോക്കി പോയതും നിച്ചു കാത്തുവിൻ്റെ തോളിൽ കൂടെ കൈയിട്ടു. എൻ്റെ മോളെ, നീ ഇങ്ങനെ പാവാവരുത്. ആയാലേ അവർ നിന്റെ തലയിൽ കയറി നടക്കും. ഇപ്പം നീ ഒറ്റയ്ക്കല്ല, മറിച്ച് നിന്റെ ഭർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ ഭർത്താവിൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ല എന്ന് ഞാനെങ്ങനെ ഏട്ടനോട് പറയും? കാത്തു മനസ്സിലോർത്തു. ഡി മോളെ, എന്താലോചിച്ച് നിൽക്കുക? നിന്റെ കെട്ടിയോനാണോ? എന്താ ഇവിടെ ആങ്ങളെയും പെങ്ങളും കൂടെ? ഞങ്ങൾ വെറുതെ സംസാരിച്ച് നിന്നതാ. താഴേക്ക് വാ, നിങ്ങൾ കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വരാം. നിച്ചു നടന്നു. എന്ന് ശരി. നിച്ചു കാത്തുവിനെ വിട്ട് താഴേക്ക് പോയതും ദേവ് കാത്തുവിനെ വലിച്ച് റൂമിലേക്ക് കയറ്റി. എന്തായിരുന്നു പുറത്ത്? അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നിർത്ത്, വിശദീകരിക്കാൻ നിൽക്കണ്ട. പിന്നെ രാത്രി അവൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടോ? പോകണമെങ്കിൽ പൊക്കോ, ഞാൻ ഒരിക്കലും തടയാൻ നിൽക്കില്ല. ഇതും പറഞ്ഞ് അവൻ പോയതും അവൾ ബെഡിലേക്കിരുന്നു. ഒപ്പം മിഴികൾ നിറഞ്ഞൊഴുകി. ദേവേട്ട, കുറച്ചുകൂടെ വിളമ്പട്ടെ? വേണ്ട ലച്ചു. പിന്നെ എല്ലാവരും സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കാത്തു മാത്രം വിശപ്പില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി നിന്നു. എന്നാൽ ദേവിൻ്റെയും ലച്ചുവിൻ്റെയും ഇടപെടൽ നിച്ചു സംശയത്തോടെ നോക്കിയിരുന്നു. ഈ സമയം അവൻ ഒരുവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. കൂടെയുണ്ടായിരുന്നവരെല്ലാം പേടിച്ചു വിറച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സമയം പോലീസ് ജീപ്പ് വന്നതും എല്ലാവരും യാദവിനെ നോക്കി. അവൻ എല്ലാവരെയും ദേഷ്യത്തിൽ നോക്കി. പോലീസ് ജീപ്പിൻ്റെ അടുത്തേക്ക് നടന്നു. SI വന്നതും അവനെ പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് കയറ്റി. യാദവ്, എന്താണോ ഇതൊക്കെ? പിന്നെ ഞാനെന്ത് ആ പന്ന മക്കളെയൊക്കെ ചെയ്യേണ്ടത്? നീ കൂളാവ്. അല്ല, ഇന്നെന്തായിരുന്നു പ്രശ്നം? നമ്മുടെ ചെക്കന്മാരവർ തല്ലി. കാരണമില്ലാതെ വെറുതെ തല്ലുമോ? കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഒന്നും അറിയാതെയാണോ അവരെ തല്ലി ചതച്ചത്? നീ കേസാക്കിയാൽ നീ അകത്താവും. ഈ യാദവിനകത്തായാലും പുറത്തായാലും ഒരുപോലെയാ. നിന്നെ ഒന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നീ പോവാൻ നോക്ക്. അപ്പോൾ കേസില്ലേ? അതിന് നിന്നെ പേടിച്ച് ആരെങ്കിലും കേസ് കൊടുക്കോ? അതറിഞ്ഞിട്ടാണോ ആ പൊന്ന മോൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു ഫോർമാലിറ്റിക്ക്. അവൻ്റെ ഒരു ഫോർമാലിറ്റി. ഞാൻ പോവാ, എനിക്ക് പണിയുണ്ട്. ആരുടെ കയ്യും കാലും ഒടിക്കാനാ? നിൻ്റെ അപ്പൻ്റെ. എൻ്റെ അപ്പനെ വിളിക്കുന്നോ? പോടാ. യാദവ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതും ശിവപുഞ്ചിരിയോടെ അവൻ പോകുന്നത് നോക്കി നിന്നു. രാത്രി കാത്തു അടുക്കളയിൽ ജോലി ചെയ്ത് നിൽക്കുമ്പോഴാണ് നിച്ചു അവളുടെ അടുത്തേക്ക് വന്നത്. മോളെ, എന്താ ഏട്ടാ? മോൾ എന്തെങ്കിലും എന്നോട് പറയാതെ മറച്ചു വെക്കുന്നുണ്ടോ? എന്താ ഏട്ടാ അങ്ങനെ ചോദിച്ചത്? വെറുതെ. എന്താ ഇവിടെ? നിനക്ക് കിടക്കാറായില്ലേ? അതോ കിടത്തം ഇവളുടെ കൂടെയാണോ? ഏട്ടാ. നിച്ചു ഏട്ടാ, വേണ്ട. ഇപ്പം ഞാനിതിനുള്ളത് തരുന്നില്ല. കാരണം ദേവ് ഇവിടെ ഉള്ളത് കൊണ്ട്. കാത്തു, നീ റൂമിലേക്ക് പൊക്കോ. കാത്തു വേഗം റൂമിലേക്ക് പോയതും നിച്ചു നവീന ദേഷ്യത്തിൽ നോക്കിപ്പോയി. എന്താടി, അവൻ്റെ കൂടെ കിടക്കാൻ പോയില്ലേ? അതോ എൻ്റെ കൂടെ കിടക്കാൻ വന്നതാണോ ക്യാഷിനു വേണ്ടി? അവൾ അവനെ നിറമിഴിയോടെ നോക്കി. മറുത്തൊന്നും പറയാതെ നിലത്ത് പാവിരിച്ചു കിടന്നു. ദേവ് അവളെ പുച്ഛത്തോടെ നോക്കി കണ്ണടച്ചു. രാവിലെ നിച്ചു എഴുന്നേറ്റതും കാണുന്നത് പോവാൻ നിൽക്കുന്ന ദേവിനെയും കാത്തുവിനെയുമാണ്. ദേവിന് അർജന്റായി പോകണമെന്നതുകൊണ്ട് നിച്ചു അവരെ തടഞ്ഞില്ല. നിച്ചു കാത്തുവിനെ ചേർത്ത് പിടിച്ചതും ദേവ് പുച്ഛത്തോടെ നോക്കി കാറിൽ കയറി. മോളെ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം, മനസ്സിലായോ? പോയി വാ. പിന്നെ അവളും കാറിൽ കയറിയതും കാറെടുത്തു. ദേവിൻ്റെ വീട്ടിലെത്തിയതും കാത്തു വേഗം റൂമിലേക്ക് നടന്ന് ദേവിൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി കബോർഡിൽ വെച്ചു. പെട്ടെന്ന് ദേവ് ബാക്കിൽ വന്ന് നിന്നതും കാത്തു ഞെട്ടി തിരിഞ്ഞു. അവൾ പോകാൻ നിന്നതും ദേവ് അവളെ ചേർത്ത് പിടിച്ചു. എങ്ങോട്ടാ ഇത്ര വേഗത്തിൽ? എനിക്ക് പോവണം. അവൻ അവളെ പുച്ഛച്ചിരിയോടെ നോക്കി. അവളുടെ ആദരങ്ങൾ സ്വന്തമാക്കി അവൾ പരമാവധി തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ അവളെ ഇറുക്കെ പിടിച്ചു. അവളുടെ എതിർപ്പ് പിന്നെ വകവയ്ക്കാതെ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു. ബാനു. എന്താ മേഡം? ആ കറുമ്പി എവിടെ? അറിയില്ല. ഈ സമയം അവർ ദേവിൻ്റെ റൂമിൽ വാതിൽ തട്ടിയതും കാത്തു കരച്ചിലടക്കി പിടിച്ച് വേഗം ഡ്രസ്സ് മാറി വാതിൽ തുറന്നു. എന്താടി റൂം അടച്ചിരിക്കുന്നത്? അത് ഞാൻ
പെട്ടെന്ന് അവരുടെ ശ്രദ്ധ അവളുടെ മുഖത്ത് പതിഞ്ഞതും അവർ പുച്ഛിച്ച് ചിരിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയല്ലേ, ഇനിയും കിട്ടും. കാരണം അവന് നിന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്തിനാ എന്നോട് ഇങ്ങനെ? നിന്നോട് കാരണം ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ദാ ഇത് പിടിക്ക്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതൊക്കെ ഇനി നിന്റെ പണിയാ. വേഗം പോയി വാ. സഞ്ചിയും ലിസ്റ്റും കുറച്ച് പണവും കൊടുത്തതും അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് നടന്നു. ഡീ നിൽക്കടി. ഭാനു, എന്താ മേഡം? ഇവളുടെ കൂടെ പോയി വാ. പിന്നെ ഇവൾ തന്നെ പൊക്കോളും. ശരി മേഡം. മോളെ വാ. പിന്നെ അവർ വേഗം കടയിലേക്ക് നടന്നു. കടയിൽ കാത്തു സാധനങ്ങൾ വാങ്ങി തിരിയാൻ നിൽക്കുമ്പോഴാണ് യദുവുമായി അവൾ കൂട്ടിയിടിച്ചത്. അവൻ്റെ ചുവന്ന കണ്ണുകളും കയ്യിലെ കത്തിയും കണ്ടതും അവൾ പേടിച്ചു വിറച്ചു. ഡി പെണ്ണ്, നിന്ന് തുള്ളി നിൽക്കാതെ മാറി നിൽക്കടി. അവൻ അലറി പറഞ്ഞതും അവൾ പേടിച്ച് ഭാനു അമ്മയുടെ അടുത്തേക്ക് ഓടി. എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ. എന്നാൽ മോളിവിടെ സഞ്ചയം പിടിച്ച് ഇവിടെ നിൽക്ക്, ഞാൻ ആ കടയിൽ കൂടെ കയറി വരാം. അവൾ തലയാട്ടിയതും ഭാനുമ കടയിലേക്ക് നടന്നു. ഈ സമയം കാത്തു ആഞ്ഞു ശ്വാസം വലിച്ച് യാദവ് നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. അവൻ ഒരാളുടെ കയ്യിൽ വെട്ടുന്നത് കണ്ടതും അവൾ അവിടെ നിൽക്കാതെ തിരിഞ്ഞോടി. മോളെ, എന്തു പറ്റി? ഭാനുമ്മേ, അവിടെ എന്താ ആൾക്കൂട്ടം? ഒരാൾ ആരുടെയോ കൈവെട്ടി ഞാൻ കണ്ടു ഭാനുമ്മേ. എൻ്റെ ഈശ്വര, അത് ആ യാദവായിരിക്കും. രാവിലെ മുതൽ പലിശക്കാരൻ കരുണനെ തപ്പി കത്തി പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു, ഒരു കടക്കാരൻ പറഞ്ഞു. എന്തിനാ അയാളെ വെട്ടിയത്? ആ പലിശക്കാരൻ കരുണൻ ആള് മഹാ ചെറ്റയാ മോളെ. ഇവിടെ അടുത്തുള്ള ദാസൻ അയാളുടെ മകളുടെ വിവാഹത്തിന് കുറച്ച് ക്യാഷ് കരുണിൽ നിന്ന് വാങ്ങി. പകുതിയും അടച്ചു. ബാക്കി അടക്കാൻ ഒരാഴ്ച സമയം ചോദിച്ചു. പക്ഷെ സമയം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ ദാസന്റെ രണ്ടാമത്തെ മോളെ കയറി പിടിച്ചു. ഇന്നലെ കോളേജിൽ നിന്ന് ആ കുട്ടി വരുന്ന സമയത്ത് അതറിഞ്ഞപ്പോൾ അവൻ അയാളുടെ കൈവെട്ടിയത്. ആ കരുണൻ അങ്ങനെ തന്നെ വേണം. ആ മോൻ ചെയ്തതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ദാ ഈ സാധനങ്ങൾ മതിയോ? മതി. പിന്നെ അവർ ക്യാഷ് കൊടുത്ത് വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ അവൾ യാദവിനെ തിരിഞ്ഞു നോക്കി. ഭാനുമ്മേ, അമ്മയ്ക്കറിയോ യാദവിനെ? എനിക്കിവിടുത്തെ കുട്ടികളുടെ വിളിപ്പേര് മാത്രം അറിയുള്ളൂ മോളെ. പിന്നെ ആ കരുണനെ അറിയാം. പിന്നെ അവർ സംസാരിച്ച് വീട്ടിലെത്തിയതും അടുക്കള പണിയിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് ദേവിനുള്ള ഭക്ഷണം വിളമ്പിയതും കാത്തു മാറി നിന്നു. ദേവ്, എന്താ? ഇന്നൊരു പാർട്ടിയുണ്ട് ക്ലബിൽ. ഞാൻ അറിഞ്ഞു. നിന്നെയും നിന്റെ പെണ്ണിനെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. അവരെ വിളിച്ച സ്ഥിതിക്ക് എല്ലാവരും കൂടെ പോകാം. അത് മതി. മോളെ, എന്താ അമ്മേ? ദേവുമോൻ പറഞ്ഞതിൻ്റെ അർത്ഥം മോളെ കൂടെ കൊണ്ടുപോകുമെന്നല്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഡീ കറുമ്പി, എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. പിന്നെ ദേവിൻ്റെ പെണ്ണിനെ പ്രത്യേകിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പെണ്ണ് നീയല്ല, മറിച്ച് ലച്ചുമോളായിരിക്കും. ലച്ചുമോളെ എല്ലാവർക്കും മുൻപിലും ദേവ് കെട്ടാൻ പോകുന്ന പെണ്ണായി പരിചയപ്പെടുത്തുന്നത്. പിന്നെ നിന്നെ കെട്ടിയ കാര്യം പുറമേ ആർക്കും അറിയില്ല. കുറച്ചുനാൾ ഈ താലി നിന്റെ കഴുത്തിലുണ്ടാവും. അതും പറഞ്ഞവർ പോയതും കാർത്തു ഭാനു അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ കരയാതെ. ഇവരെങ്ങനെയെല്ലാം ചെയ്യുന്നതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും. മോളുടെ കണ്ണുനീർ ഈശ്വരൻ കാണാതിരിക്കില്ല. ഈ സമയം ലച്ചു വന്നതും കാത്തുവിനെ ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞു മുകളിലേക്ക് പോയി. കാത്തു എല്ലാം കണ്ട് തളർന്നിരുന്നു. വൈകിട്ട് ദേവിൻ്റെ കൈപിടിച്ചു വരുന്ന ലച്ചുവിനെ കണ്ടതും കാത്തു അവരെ നോക്കാനാവാതെ തലതാഴ്ത്തി നിന്നു. ഡീ കറുമ്പി, എന്താ കണ്ണടച്ച് നിൽക്കുന്നത്? ഈ കാഴ്ച ഒന്ന് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലേ? എന്നോടെന്തിനാ ഇങ്ങനെയൊക്കെ? നിന്റെ കരച്ചിൽ എനിക്കൊരു തരം ഹരമാണ്. അതുകൊണ്ട് അത് കാണാൻ ഞാൻ എന്തും ചെയ്യും. ലച്ചു അവളോട് സംസാരിച്ചു നിൽക്കാതെ വേഗം വാ. ദേവ് കാർ സ്റ്റാർട്ടാക്കി. ലച്ചു കാത്തുവിനെ പുച്ഛിച്ചു നോക്കി പോയതും അവൾ നിലത്തേക്ക് ഇരുന്ന് കരഞ്ഞു. മോളെ, അമ്മേ, ദേവേട്ടൻ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. അത്രയ്ക്ക് വെറുപ്പാണ് എന്നോട്. മോളെ, എന്തിനാ ഈ വേദനയൊക്കെ അനുഭവിച്ച് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? പൊയ്ക്കൂടെ ഇവിടെ നിന്ന്? എനിക്കിനി ഒന്നും കാണാൻ വയ്യ അമ്മേ. ഞാൻ നിച്ചുവേട്ടനോട് സത്യമെല്ലാം പറയാൻ പോവുക. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നിച്ചുവിനെ കോളാക്കാൻ നിന്നതും നിച്ചുവിൻ്റെ ബൈക്ക് ദേവിൻ്റെ വീട്ടിൽ വന്നു നിന്നു.